ഹായ് ഫ്രണ്ട്സ്, മൈ മൈൻഡ് ഫോർ യു എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കുന്നത് പത്തിരിയാണ്. അതിന് ഞാൻ 2 ഗ്ലാസ് അരിപ്പൊടി എടുത്തിട്ടുണ്ട്. ഈ ഗ്ലാസ്സിന് 2 ഗ്ലാസ് അരിപ്പൊടിയാണ് എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നല്ല തിളച്ച ചൂടുവെള്ളത്തിൽ കുഴച്ചെടുക്കുക. വെള്ളം ആവശ്യത്തിന് മാത്രം ഉപയോഗിച്ചിട്ട് കുഴച്ചെടുക്കണേ. നല്ല തിളച്ച വെള്ളത്തിൽ മാത്രം കുഴച്ചാലാണ് പത്തിരി സോഫ്റ്റായിട്ട് കിട്ടുകയുള്ളൂ. നന്നായിട്ട് കുഴച്ച് വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ ചൂടൊക്കെ പോയിട്ടുണ്ട്. ഇനി നമുക്കിത് ബോൾ പോലെയാക്കിയിട്ട് പരത്തിയെടുക്കാം. ഇത് പരത്തുന്നത് എങ്ങനെയാണെന്ന് എനിക്ക് കാണിക്കുന്നത്. എല്ലാവരും ഇങ്ങനെ പരത്തുന്നതിന് വട്ടത്തിൽ ഷേപ്പിൽ കിട്ടൂല. അപ്പം ഞാനിന്നിവിടെ ഉപയോഗിക്കുന്ന ട്രിക്ക് എന്ന് വെച്ചാൽ ജസ്റ്റ് ഒന്ന് വട്ടത്തിലാക്കിയിട്ട് ഈ ഒരു പാത്രം ചെറിയൊരു ചോറ്റ് ഇത് വെച്ചിട്ട് ഇങ്ങനെ പ്രസ് ചെയ്യുക. പ്രസ് ചെയ്ത് കഴിഞ്ഞ് ഇന്ന് ചുറ്റിച്ചതിൻ്റെ മാവ് എടുത്താൽ നല്ല ഷേപ്പ് കിട്ടും. നമ്മളിങ്ങനെ പരത്തു നേരം എണ്ണ കയ്യിൽ തൂത്തിട്ട് മാവ് എടുക്കുകയാണെങ്കിൽ കയ്യിൽ മാവ് പറ്റൂല. അപ്പോൾ ഒരു ഷേപ്പല്ലാത്ത രീതിയിലാണ് പരത്തിരിക്കുന്നത്. ഇത് ഷേപ്പാക്കി എടുക്കുക. പാത്രം ഇങ്ങനെ മേലെ വെക്കുക, ഒന്ന് പ്രസ് ചെയ്യുക. അതുപോലെ റൗണ്ടിലുള്ള മാവ് വാരിയെടുക്കുക. ജസ്റ്റ് ഒന്ന് നല്ല ഷേപ്പിലുള്ള പത്തിരിയാവും. അപ്പോൾ ഞാൻ പത്തിരി മാവ് മുഴുവന്
പരത്തി വെച്ചിട്ടുണ്ട്. തിരക്കൊക്കെ ഉള്ളവരെ അധികം ഇങ്ങനെയാണ് പത്തിരി പരത്താറുള്ളത്. ഒരു ഷീറ്റ് എടുത്തിട്ട് ഇങ്ങനെ ആ ഒരു ചോറ്റുപാത്രം ഉണ്ടെങ്കിൽ നമുക്ക് പത്തിരി പെട്ടെന്ന് പരത്താൻ പറ്റും. അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. മറ്റു ജോലികൾക്കിടയിൽ നമുക്ക് ഇങ്ങനെ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൽ നിന്ന് ഓരോന്നെടുത്ത് നമുക്ക് പത്തിരിക്കല്ല് ഇട്ട് പത്തിരി പെട്ടെന്ന് ചുട്ടെടുക്കാൻ പറ്റും. അപ്പോൾ ഞാൻ പത്തിരി ചൂടാൻ വേണ്ടിയിട്ട് കല്ല് അടുപ്പിൽ വെച്ചിട്ടുണ്ട്. കല്ലിൻ്റെ ഇതിലാണ് പത്തിരി ഞാൻ ചുട്ടെടുക്കുന്നത്. കല്ല് നന്നായി ചൂടായിട്ടുണ്ട്. നമുക്ക് കുറച്ച് എണ്ണ പുരട്ടാം. ഒരു 4-5 നമുക്കിതിൽ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ ഇതിൻ്റെ മുകളിലേക്ക് 4 ഇട്ട് കൊടുത്തത്. 5 വരെ ഇട്ട് കൊടുക്കാം. ഇത് നന്നായിട്ട് വെന്ത് കിട്ടും. ഇതിന് മേലെ കുറച്ച് എണ്ണ നമുക്ക് തൂത്ത് വെക്കാം. നല്ല തീയും ഇട്ട് കൊടുക്കണം അടിയിൽ. എന്നാലാണ് നല്ലോണം വെന്ത് വരുള്ളൂ. ഇനി നമുക്ക് മറിച്ചിടാം. നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ ഈ റെഡിയായ പത്തിരിക്ക് നമുക്ക് കടലക്കറി, ചെറുപയർ കറി, മീൻ കറി ഒക്കെ ഇതിന് നല്ലോണം ചേരും. ഞാനിന്നിവിടെ മീൻ കറിയാണ് ഉപയോഗിക്കുന്നത്. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും മറ്റൊരു വീഡിയോ വരുന്നത് വരെ എല്ലാവർക്കും താങ്ക് യു.